ഡിയർ ആനന്ദ് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് ജി.വി. പ്രകാശ് കുമാർ, ഐശ്വര്യ രാജേഷ്, രോഹിണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ തമിഴ് ഫാമിലി ഡ്രാമയായ ഡിയറിനെ കുറിച്ചാണിന്ന്. ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഉറക്കം നഷ്ടപ്പെടുന്ന ലൈറ്റ് സ്ലീപ്പർ ആയിട്ടുള്ള ജി.വി. പ്രകാശ് കുമാർ ഉച്ചത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന ഐശ്വര്യ രാജേഷിനെ കല്യാണം കഴിക്കുന്നതും തുടർന്ന് ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഡിയർ എന്ന സിനിമ പറയുന്നത്. ദീപിക, അർജുൻ എന്നീ നായികയുടെയും നായകന്റെയും പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം എടുത്താണ് ഡിയർ എന്ന സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. പ്ലോട്ട് കേൾക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം റിലീസായ ഗുഡ് നൈറ്റ് എന്ന തമിഴ് സിനിമ ഓർമ്മ വരുമെങ്കിലും അതിൽ നിന്നും തികച്ച് വ്യത്യസ്തമായിട്ടാണ് ഡിയർ എന്ന സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഒരൽപ്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു നായിക കഥാപാത്രത്തെയാണ് ജി.വി. പ്രകാശ് കുമാർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അത്തരം വേഷങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ പലയിടങ്ങളിലും പുള്ളിയുടെ സ്ഥിരം പാറ്റേണിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാണാൻ കഴിഞ്ഞത്. അത് അത്ര രസകരമായിട്ട് തോന്നിയില്ല. എങ്കിലും അവസാനം കോർട്ട് റൂമിലുള്ള ആ ഒരു ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തനിക്ക് പെർഫോം ചെയ്യാനും അറിയാമെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ കൂർക്കം വലി പ്രശ്നം കൊണ്ട് പലയിടത്തും അവഹേളിക്കപ്പെട്ട ക്യാരക്ടറായിട്ട് ഐശ്വര്യ രാജേഷ് നന്നായിട്ട് കൺവിൻസിംഗ് ആയിട്ട് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും പ്രത്യേകിച്ച് നിസ്സഹായമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ ഐശ്വര്യ ഗംഭീരമായിട്ട് തന്നെ ആ വേഷം പകർന്നാടിയിട്ടുണ്ട്. ജിവിയുടെ ചേട്ടനായിട്ട് വന്ന കാളി വെങ്കട്ടും അമ്മയായിട്ട് അഭിനയിച്ച രോഹിണിയും തമ്മിൽ ക്ലൈമാക്സിൽ ഹോസ്പിറ്റലിലുള്ള ഒരു കിടിലൻ സീനുണ്ട്. അവിടെ രണ്ടുപേരും നല്ല കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. ചേട്ടത്തിയായിട്ട് വന്ന നന്ദിനിയും തന്റെ റോള് മികച്ചതാക്കിയിട്ടുണ്ട്. ഗീത കൈലാസം, ഇളവരസ്, തലൈവാസൽ വിജയ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ വന്നത്. ജി.വി. പ്രകാശ് കുമാറിന്റെ തന്നെയാണ് പടത്തിന്റെ സംഗീതവും. പാട്ടുകളൊന്നും അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. സിനിമയുടെ അവസാനത്തോട് എത്തുമ്പോഴേക്കുള്ള പശ്ചാത്തല സംഗീതം നന്നായിട്ടുണ്ടായിരുന്നു. ജഗദീഷ് സുന്ദരമൂർത്തിയുടെ ക്യാമറയും കൃപാകരൻ, റുകേഷ് എന്നിവരുടെ എഡിറ്റിംഗും കൊള്ളാം. കൂർക്കം വലി എന്ന വിഷയത്തിൽ തുടങ്ങിയ സിനിമ കുറെ കഴിയുമ്പോഴേക്കും ആ പ്രധാന വിഷയത്തിൽ നിന്നും വഴുതി മാറി അമ്മയുടെ ഒരു ബാക്ക് സ്റ്റോറി, ചേട്ടന്റെ ഒരു ട്രാക്ക്, അങ്ങനെ വഴി മാറി പോകുന്നത് പടത്തിന് ചിലയിടങ്ങളിലൊക്കെ വിനയാകുന്നുണ്ട്. കൂർക്കം വലിക്കുന്ന മരുമകൾ, സെൽഫിഷ് ആയിട്ടുള്ള മകൻ, ഡോമിനന്റ് ആയ ചേട്ടൻ, കഥ എഴുതുന്ന ചേട്ടത്തി, അച്ഛനെ കാത്തിരിക്കുന്ന അമ്മ, അതുപോലെ പ്രോഗ്രസീവ് ആയ നായികയുടെ അപ്പൻ, അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് പടത്തിലുണ്ടെങ്കിലും മിക്ക കഥാപാത്രങ്ങളെയും വേണ്ട വിധത്തിൽ എഴുതാത്തതുപോലെയാണ് തോന്നിയത്. സിനിമയിലെ എല്ലാ ഇമോഷണൽ ട്രോമയും കൂടി അവസാനത്തെ ആ ഹോസ്പിറ്റലിൽ സീനിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് പൊട്ടിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പടത്തിന്റെ ഫ്ലോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് മാത്രം ഇങ്ങനെ മാറി വേറിട്ട് നിൽക്കുന്ന പോലെ തോന്നി. മൊത്തത്തിൽ ഇമോഷണലി ചിലയിടങ്ങളിലൊക്കെ കണക്ട് ആവുന്നുണ്ടെങ്കിലും ചിലയിടത്ത് അത് വർക്ക് ആവുന്നില്ല. സോ എഴുത്തിലെ പോരായ്മയാണ് പടത്തിന്റെ മെയിൻ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ഗുഡ് നൈറ്റ്, അതുപോലെ ജയ ഹേ പോലെയുള്ള സിനിമകളുടെ കുറച്ച് ഷെയ്ഡ്സ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടെങ്കിലും അത്രയ്ക്കൊന്നും പടം എത്തിയിട്ടുമില്ല. ഞാൻ ഇതിന് 2.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മലയാളം ഡബ്ബിംഗിൽ ലഭ്യമാണ്. പക്ഷേ മൈ ഡിയേഴ്സ്, തമിഴ് കാണുന്നത് തന്നെയാണ് ബെറ്റർ.